ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനും സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ കാരണം എന്താന്ന്. മടി അല്ല എന്താ? ആ ഇന്നേ ഞാനിങ്ങനെ ഫോൺ എടുത്ത് ഇൻസ്റ്റ എടുത്തിട്ട് ഒരു റീലൊക്കെ ചെയ്യാന്ന് വെച്ച് സെറ്റായിട്ട് ഇരുന്നതാ. അപ്പത്തേനും ദേ ഈ പാട്ട് വന്നു. അപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ വിശേഷം നിങ്ങളോട് പറയാമെന്ന്. വീഡിയോ കാണിച്ചു തരാവേ. കാണാതെ കാണാൻ എന്ത് മോഹം, കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാടം, മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ തേനോ, ആറ്റിൻകരയോരത്തെ ചട്ടൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പം നമ്മൾ ഇടാൻ വേണ്ടി വെച്ചിരുന്ന ആ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം പിന്നെ ഓൺ വോയിസ് അങ്ങ് കയറ്റുകയാണേ. അപ്പോൾ ഇത് രസതന്ത്രം എന്ന മൂവിയിലെ പാട്ടാണ്. അതായത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് കേട്ടോ. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പാട്ടൊക്കെ റിലീസാകുന്നത്. ഈ ഒരു മൂവി രസതന്ത്രം മൂവി ഭയങ്കര ഹിറ്റായിരുന്നു സംഭവം. അപ്പോൾ ഇതിൽ ഈ പാട്ടുകൾ ഞാൻ അന്ന് എനിക്ക് മീര ജാസ്മിൻ്റെ ഭയങ്കര ആരാധികയാണ്. എനിക്ക് മീര ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിൽ 20 വയസ്സിൻ്റെ ഇളയതാണ് അവൻ. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്താണ് അവൻ ഉണ്ടായത്. അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, ചേട്ടന്മാർ അവരൊന്നും ഞങ്ങളുടെ ഇടയിൽ ഒന്നും അല്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടീമായിരുന്നു. അതായത് 20 വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാലോ ഏകദേശം ഒരു പെൺകുട്ടി ഒരു അമ്മയാകുന്ന ആ ഒരു ഏജിലാണ് എനിക്ക് കൊച്ചിനെ കൈ കിട്ടുന്നത്. അപ്പത്തേനും ഞാനിങ്ങനെ എൻ്റെ ഒരു സ്വന്തം പോലെ അതിലിപ്പോഴും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. വേറെ കുട്ടികളൊക്കെ വന്നെങ്കിലും എനിക്ക് എപ്പോഴും അവൻ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം അവൻ്റെ കാര്യം അവൻ ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. അങ്ങനെ അവൻ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അവൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാനത് അവൻ്റെ കയ്യിലെത്തിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമായിരുന്നു ഞങ്ങളുടെ തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ. അപ്പം ഇതുപോലെ ഈ ഒരു പാട്ട് ഇങ്ങനെ ടിവിയിൽ വരുമ്പോഴത്തേനും ഞാൻ അവനെ പറഞ്ഞേൽപ്പിക്കും. "മുനു, ഇതില് മീര ജാസ്മിൻ്റെ ആ ഭാഗം കാണിക്കുമ്പോൾ നീല സാരി ഉടുത്ത് വരുന്ന ആ സീനൊക്കെ വരുമ്പോൾ ഹായ് ചേച്ചിമ്മ എന്ന് പറയണം" എന്ന് പറയും. അപ്പം എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ നീ അങ്ങനെ പറയണേ. ആ ഓ അവൻ ഭയങ്കര ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുമല്ലോ. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള. അപ്പം ഈ ഒരു പാട്ട് വരുമ്പോഴത്തേനും ഞാൻ അവനെ ടിങ് ടിങ് ഞങ്ങൾ കണ്ണൊക്കെ കാണിക്കും. അപ്പോഴത്തേനും അവൻ അങ്ങനെ എല്ലാരും കൂടെ ഇരിക്കുമ്പോ അവൻ ഹായ് ചേച്ചിമ്മ. അയ്യോ എന്റെ കൊച്ചു പാവം. അങ്ങനെ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേനും എത്ര വർഷം കഴിഞ്ഞാലും അവന്റെ ആ ചെറുപ്പത്തിലെ റിയാക്ഷൻ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ ശരി, ഞാൻ പോട്ടെ, പിന്നെ കാണാം. ബൈ ബൈ, സീ യു.